11 ദിവസത്തെ ഒരു സസ്പെൻസ്, അതിനുശേഷം ഉണ്ടായൊരു തീരുമാനം വളരെ ഛേദോഹരമായൊരു തീരുമാനമായിരുന്നു. താങ്കൾ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയുടെ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജനാഭിലാഷത്തിൻ്റെ തേരിലേറിയാണ്. ആദ്യം ജനങ്ങൾ തീരുമാനിച്ചു UDF ഞങ്ങളെ ഭരിക്കണമെന്ന്. പിന്നെ ജനങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് VD സതീശനെ മുഖ്യമന്ത്രിയായിട്ട് വേണം. ആ ഒരു തീരുമാനം, അതിനെപ്പറ്റി എന്താണ് തോന്നുന്നത്? ഞാനും പാർട്ടി എടുത്ത ഒരു തീരുമാനമാണ്. നമ്മൾ പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്ന് കോൺഗ്രസ് പ്രസിഡൻറ്റിനെ ചുമതലപ്പെടുത്താനുള്ള റെസൊല്യൂഷൻ പാസ്സാക്കി. കോൺഗ്രസ് പ്രസിഡൻറ്റും ശ്രീ രാഹുൽ ഗാന്ധിയും മാഡം സോണിയാഗാന്ധിയുടെ കൂടി അനുഗ്രഹാശിസുകളോടെ എല്ലാവരുമായി ബന്ധപ്പെട്ട് MLA-മാരുമായി MP-മാരുമായി കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മുൻ പ്രസിഡൻറ്റുമാർ ശ്രീ AK ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരുമായി ഒരു ആശയവിനിമയം നടത്തി ഒരു പൊതുവികാരങ്ങളെല്ലാം മനസ്സിലാക്കിയെടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിന് എനിക്ക് അവരോട് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. അതേ അവസരത്തിൽ UDF കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ നൽകിയിട്ടുണ്ട്. കാരണം ഇന്നുള്ള ഭരണ സംവിധാനത്തിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇനി വരാനിരിക്കുന്നൊരു കാലത്തെക്കുറിച്ച്, ഭാവി കേരളത്തെക്കുറിച്ചുള്ള ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടത്തിയത്. പതിവിന് വിപരീതമായി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ പുതുയുഗയാത്ര, സാധാരണ അതിൽ രാഷ്ട്രീയം മാത്രമേ പറയുള്ളൂ, പക്ഷേ 75% നമ്മൾ മാറ്റിവെച്ചത് ഭാവി കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. ഭാവി കേരളത്തെക്കുറിച്ച്, പുതിയ തലമുറയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. അതിനുവേണ്ടി ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷവും ചെയ്യാത്ത തരത്തിൽ 2 വർഷമായി ഗവൺമെൻറ് എവിടെയെല്ലാം പരാജയപ്പെട്ടു അവിടെ കേരളത്തെ കൈപിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു. കോൺക്ലേവുകൾ നടത്തി, വിദഗ്ധരായ ആളുകളുമായി കൂടിയാലോചിച്ച് ഡോക്യുമെൻറ്റുകൾ പ്രിപ്പയർ ചെയ്ത് കൃത്യമായ ക്ലാരിറ്റിയോടുകൂടിയാണ് സ്വപ്ന പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. പരിതാപകരമായ സമ്പദ് വ്യവസ്ഥയാണ് കേരളത്തിലുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം സമ്പദ് വ്യവസ്ഥയാണ്. അതിനെ ഒന്ന് ട്രാക്ക് ചെയ്യണം, നേരായ വഴിയിലേക്ക് കൊണ്ടുവരണം. കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ നമ്മൾ കൊടുത്ത ഗ്യാരണ്ടികളുണ്ട്, ജനങ്ങൾ കൊടുത്ത വാക്കുകളുണ്ട്, അതെല്ലാം പാലിക്കാനുള്ള ശ്രമകരമായൊരു ദൗത്യമാണ്, വലിയ വെല്ലുവിളിയാണ്. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പതിവ് രീതികളിൽ നിന്ന്, ശൈലികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് അങ്ങ് പറഞ്ഞതുപോലെ ജനങ്ങളെ കേൾക്കുകയാണ്, മുൻ നേതാക്കളെ കേൾക്കുന്നു, വ്യത്യസ്തമായൊരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയായിരുന്നു. അതോടെ നിൽക്കട്ടെ. അപ്പോൾ അവിടെ ഉണ്ടായ ചെറിയൊരു ആശയക്കുഴപ്പം, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു നറേറ്റീവ് ആളുകൾ കൊണ്ടുവരുന്നു, അത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് ഇതിൽ ഘടകകക്ഷികളുടെ സമ്മർദ്ദമുണ്ടായി, മുസ്ലിം ലീഗിന് വഴങ്ങുന്നു, ഇതുപോലെയൊക്കെ ഉള്ളൊരു നറേറ്റീവ്, അത് അപകടകരമായ രീതിയിൽ പ്രചരിപ്പിക്കുകയാണ് ചില ശക്തികൾ. അത് ഇടതുപക്ഷ ഹാൻഡിലുകളുണ്ട്, അതുപോലൊപ്പം തന്നെ BJP-ക്കാരും അത് പ്രചരിപ്പിക്കുന്നു. അതിനെ എങ്ങനെയാണ് അങ്ങ് അഡ്രസ്സ് ചെയ്യുന്നത്? അതായത് BJP നമുക്കറിയാമല്ലോ, വിദ്വേഷ പ്രചരണമാണ് BJP-യുടെ ഏറ്റവും വലിയ മുഖത്തിൽ. ജനങ്ങളെ തമ്മിൽ മതപരമായി, ജാതീയമായി ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി വിജയം വരിക്കുക എന്നുള്ളതാണ് BJP-യുടെ ഒരു ഓൾ ഇന്ത്യ ലൈൻ. സംഘപരിവാർ ശക്തികളുടെ എല്ലാ ശ്രമം എന്നെ നിരാശപ്പെടുത്തിയത് കേരളത്തിലെ CPM-ഉം ആ വഴി കൂടി യാത്ര ചെയ്തു എന്നുള്ളതാണ്. അപ്പം അതിനുവേണ്ടി കഴിഞ്ഞ 2 വർഷമായി കണക്ക് കൂട്ടിയിട്ടുള്ളൊരു ക്യാമ്പയിനാണ്. UDF വന്നാൽ മുസ്ലിം ലീഗിന് ഡോമിനൻസ് ആയിരിക്കും. ഒരു ലീഗിനെതിരായ പ്രചരണം, അതൊരു മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായ പ്രചരണം, അതേ സമയത്ത് തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ളൊരു പ്രചരണം, ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നം, ഇതെല്ലാം ഉണ്ടായി. എന്തെല്ലാം വാർത്തകളുണ്ടായി? ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കും, ലീഗ് 5 സീറ്റ് ചോദിക്കും, 10 സീറ്റ് ചോദിക്കും എന്ന് പറഞ്ഞു. ഒറ്റ സീറ്റ് പോലും കൂടുതൽ ചോദിച്ചില്ല. സത്യത്തിൽ അവർക്ക് കിട്ടിയ ഒരു സീറ്റ് കോൺഗ്രസ് കൂടി പറഞ്ഞ ഒരാളെ അവർ കാൻഡിഡേറ്റ് ആക്കിയത്. അവർ ഒരു സീറ്റ് പോലും ചോദിച്ചില്ല. കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക് കീറിപ്പറിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയും ലീഗ് ചെയ്തില്ല. മുനമ്പം പ്രശ്നം ആളിക്കെത്തിച്ച് 2 സമുദായങ്ങളെ തമ്മിൽ സംഘർഷം വരുത്താൻ ശ്രമിച്ചു. അവിടെ സാദിഖ് അലി തങ്ങളും കുഞ്ഞാലൂർ സാഹിബും കൊച്ചിയിലെത്തി വരാപ്പുഴ ബിഷപ്പ് ഹൗസിൽ പോയി 2 മത നേതാക്കൾ തമ്മിലുള്ള കൂടിയാലോചനകൾ നടത്തി ഇവരുടെ ഈ ശ്രമങ്ങളെ നമ്മൾ പരാജയപ്പെടുത്തി, രാഷ്ട്രീയമായി പരാജയപ്പെടുത്തി. ഈ ലീഗ് വിരോധം പറയുന്നത് ഈ വർഗീയത മറച്ചു പിടിച്ചുകൊണ്ട് പറയുകയാണ്, വർഗീയതയാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് എനിക്കൊരു ചോദ്യമുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദുർബലമായാൽ ആ സ്പേസ് ആരും കൊണ്ടുപോകും? അതൊരു വലിയ സ്പേസാണല്ലോ, പ്രത്യേകിച്ചും മലബാറിലെല്ലാം. ആ സ്പേസ് തീവ്രവാദ ശക്തികൾ കൊണ്ടുപോകും ലീഗ് ദുർബലമായ. ആ തീവ്രവാദ ശക്തികളെ തടുത്തു നിർത്തുന്ന ശക്തി കൂടിയാണ് ലീഗ്. ആലോചിച്ചാൽ മതി. പിന്നെ കേരളം ഉണ്ടാവില്ല. ലീഗിനൊരു പൊളിറ്റിക്കൽ റെലവൻസ് ഉണ്ട്.
രാഷ്ട്രീയമായ ഒരു സവിശേഷത ലീഗിൻ്റെ സാന്നിധ്യത്തിലുണ്ട്. ബാബറി മസ്ജിദ് തകർത്തപ്പോൾ ശിഹാബ് തങ്ങളെടുത്ത നിലപാട്, മുനമ്പം വിഷയത്തിലും പള്ളുരുത്തി വിഷയത്തിലും സാദിഖ് അലി തങ്ങളെടുത്ത നിലപാട്, ലീഗ് എന്ത് വർത്തമാനമാണ് അവർ ഈ കമ്മ്യൂണലായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു ലീഗ് നേതാവിൻ്റെ നാവിൽ നിന്നും ഒരു വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്നൊരു വാക്ക് പോലും ഇതുവരെ വീണിട്ടില്ല. ഞാനാണ് പറഞ്ഞത് അത് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ വേണമെങ്കിൽ അതൊരു മുസ്ലിം വിരുദ്ധ പ്രസ്താവനയായിട്ട് മുസ്ലിം സംഘടനകൾക്കും മുസ്ലിം ലീഗിനൊക്കെ എടുക്കാമായിരുന്നു. അവരതല്ല ചെയ്തത്. അവരതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കൂടെ അവരെ കുടിയൊഴിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കൂടെ ക്രൈസ്തവ സഹോദരന്മാരുടെ കൂടെ നിന്നു. അതാണ് യു ഡി എഫ് ചെയ്തത്. ഇതെല്ലാം ഇപ്പോൾ പറയുന്നതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവരുടെ എല്ലാം ഈ ശക്തികളുടെ എല്ലാം പ്രചരണ ആയുധമായിരുന്നു. ആ പ്രചരണ ആയുധത്തെയാണ് അതിൻ്റെ മൊനയൊടിച്ച് കേരളത്തിലെ ജനങ്ങൾ കളഞ്ഞത്. എന്നിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിന് മുമ്പ് പൊതുയുഗ യാത്ര ഞാനൊരു പ്രഖ്യാപനം നടത്തി. അതെൻ്റെ കോൺഫിഡൻസ് ആയിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം എന്ന് പറയുന്നത് മലയാളികൾ ഈ രാജ്യത്തോട് ചെയ്യുന്ന മറ്റൊരു പ്രഖ്യാപനം കൂടിയായിരിക്കും. ഞങ്ങളുടെ കേരളം മതേതര കേരളമാണെന്നുള്ള ജനങ്ങൾ സ്വീകരിച്ചു, ഏറ്റെടുത്തു. തീർച്ചയായിട്ടും ജോയി തവനൂര് ജയിക്കുന്നു, മുഹമ്മദ് ഷിയാസ് കൊച്ചിയിൽ ജയിക്കുന്നു, ഫാത്തിമ തഹ്ലിയ പേരാമ്പ്രയിൽ ജയിക്കുന്നു. എല്ലാ മതവിദ്വേഷ പ്രചരണങ്ങളെയും മറികടന്നുകൊണ്ട് ജാതിയും മതവും നോക്കാതെ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഹിന്ദുക്കളോട് കിട്ടിയിട്ടില്ലേ യു ഡി എഫിന്? ഹിന്ദു മെജോറിറ്റിയുള്ള നിരവധി മണ്ഡലങ്ങളിൽ യു ഡി എഫ് അല്ലേ ജയിച്ചത്. അപ്പോൾ ഈ ജാതിയും മതമൊന്നും യു ഡി എഫിൻ്റെ അടുത്ത് ഓടില്ല. സതീശ് പറഞ്ഞു ഒരു പദ്ധതി, കേരളത്തിന് വേണ്ടി ഒരു പദ്ധതി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മത്സരിച്ചത്, ഇനി ഭരിക്കാൻ പോകുന്നത്. കേരളത്തിലെ ജനങ്ങൾ നിർഭയനായ ഒരു പ്രതിപക്ഷ നേതാവിനെ മാത്രമല്ല ഇഷ്ടപ്പെട്ടത്, കേരളത്തെക്കുറിച്ച് സ്വന്തമായ സങ്കല്പങ്ങളുള്ള വിഷനുള്ള ഒരു നേതാവിനെ. അപ്പോൾ ആ നമ്മുടെ പദ്ധതികൾ നടപ്പാക്കണം. അതിനോടുള്ള അങ്ങയുടെ അതിന് നമുക്ക് സമയബന്ധിതമായ പദ്ധതികളുണ്ടാകും. നമ്മുടെ ടീം വർക്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ. ഈ ടീം ബിൽഡിംഗ് ആണ് ഏറ്റവും പ്രധാനം. ബിസിനസ്സിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ഗവേണൻസിലാണെങ്കിലും ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇടയ്ക്ക് പറയട്ടെ, ഈ പറഞ്ഞ വാചകത്തെ ചിലർ മറ്റു ചിലതുമായിട്ട് വളച്ചൊടിച്ചത് ഓർമ്മയുണ്ടോ? ഒരു ടെലിവിഷൻ ചാനൽ പോലും. അതെ, അതൊക്കെ അവരുടേതായ വ്യാഖ്യാനങ്ങൾ. ഞങ്ങൾ കാലഹരണപ്പെട്ട ആശയങ്ങളല്ല ഞങ്ങളെടുത്തുള്ളത്. ടീം ബിൽഡിംഗ് ആണ്. ഓരോ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായ ടീം ഉണ്ടാവും. അതിൽ മന്ത്രിമാരുണ്ടാവും, MLA മാരുണ്ടാവും, നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, എക്സ്പേർട്ടുകളുണ്ടാവും. സമയബന്ധിതമായി ടൈം ഫ്രെയിം നിശ്ചയിച്ച് ഓരോ മിഷനും പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചനകളുണ്ട്. ഇതിനുള്ള പ്രധാന വെല്ലുവിളികളായിട്ട് എന്താ കാണുന്നത്? ആദ്യത്തെ വെല്ലുവിളി സമ്പദ് വ്യവസ്ഥയിലുള്ള തകർച്ചയാണ്. പക്ഷെ 6000 കോടി പിന്നെ ഖജനാവിലുണ്ടെന്നാണ് ബാലഗോപാൽ. 6000 കോടി ഉണ്ടെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 3-ാം ഗഡു പോലും കൊടുക്കാതെയാണ് പോയത്. 2000-ലധികം കോടി കൊടുക്കണം 3-ാം ഗഡു. ലോക്കൽ ബോഡിക്ക് 3-ാം ഗഡു കൊടുത്തില്ലെങ്കിൽ അവിടെ എല്ലാം തീർന്നു കണക്കാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ DA കുടിശ്ശിക എത്രയുണ്ട്? ജീവനക്കാർക്ക് കൊടുക്കാനും പെൻഷൻകാർക്കും കൂടി എല്ലാം കൂടി 1 ലക്ഷം കോടി രൂപയുടെ ബാധ്യതയുണ്ട്. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനും ബാധ്യതയുണ്ട്. മരുന്ന് മേടിച്ചതിൻ്റെ കാശ് കൊടുക്കാത്തതുകൊണ്ട് മരുന്ന് കമ്പനികൾ മരുന്ന് വിതരണം നടത്തുന്നില്ല. ആശുപത്രികളിൽ ആവശ്യത്തിലുള്ള സ്റ്റാഫില്ല. എല്ലാ മേഖലകളിലും സാമ്പത്തികമായ പ്രതിസന്ധിയാണ്. ഞങ്ങൾ എടുത്തു കാണിച്ചു തരാം. അതിനുള്ള നടപടിക്രമങ്ങൾ UDF ചെയ്യും. എന്താണ് ബാക്കി പത്രം? 6000 കോടി ഖജനാവിൽ ബാക്കി വെച്ചിട്ടാണ് പോയെന്നുള്ള തമാശ ധനകാര്യമന്ത്രി പറഞ്ഞാണ്. അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റില്ല, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യം ജനങ്ങളറിയും. കേരളത്തിലെ ജനങ്ങൾ സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ ഭരണം ഏറ്റെടുക്കുമ്പോഴുള്ള കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്കറിയാം. അതിനുള്ള സംവിധാനം UDFനുണ്ട്. 2 കാര്യങ്ങൾ കൂടെ. എന്താണ് തിങ്കളാഴ്ച ചുമതലയേൽക്കാൻ പോകുന്ന അങ്ങയുടെ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി? ഒരുപാട് മുൻഗണനകളുണ്ട്. ആ മുൻഗണനാക്രമത്തിലാണ് കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുന്നത്. നമ്മൾ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. രണ്ടാമത് ആരോഗ്യ വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റും. അതിന് വേണ്ടത് മികച്ച ധനകാര്യ മാനേജ്മെൻറ്റ് വേണം. 2 വളരെ ആസൂത്രിതമായ നികുതി ഭരണ സംവിധാനം വേണം. നിങ്ങൾ ഉദാഹരണത്തിന് GST എന്ന് പറയുന്നത് കൺസ്യൂമർ പോയിന്റുള്ള ടാക്സാണ്. എപ്പോഴും പറയും ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റാണ് കേരളം. കേരളം ആകേണ്ടിയിരുന്നു ഇന്ത്യയിലെ നമ്പർ 1 ഈ GSTയിലെ ബെനഫിഷ്യറി, ഗുണഭോക്താവ്. നടത്തിയില്ല. അതൊക്കെ ശ്രദ്ധിക്കും ഞങ്ങൾ. ഖജനാവിനൊരു ലീക്കേജ് ഉണ്ട്.
ചോർച്ചയുണ്ട്, ആ ചോർച്ച അടയ്ക്കും. പിന്നെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനുള്ള പദ്ധതികളും പരിപാടികളും ഉണ്ടാവും. അതാണ് പ്ലാൻ. കൃത്യമാണത്. എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഓരോ സെക്ടറിലും എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പ്ലാനുണ്ട്. അത് ചെയ്യും. ഡേ 1 മുതൽ ചെയ്യും. അത് ചെയ്യും. അതിന് ചെയ്യാനുള്ള ടീമുണ്ടാവും, എക്സ്പേർട്സ് ഉണ്ടാവും, മികച്ച ധനകാര്യ വിദഗ്ധരുണ്ടാവും. ആ ടീം അത് ചെയ്യും. ഒരു വശത്ത് ആരോഗ്യത്തെയും വിദ്യാഭ്യാസ രംഗത്തെയും ഈ ലോകത്തിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിൻ്റാക്കി കേരളത്തെ മാറ്റുക എന്നുള്ളതാണ് മറ്റൊരു ടാർഗറ്റ്. അങ്ങ് പറഞ്ഞൊരു കോസ്റ്റൽ ഒരു കോസ്റ്റൽ ഷിപ്പിംഗ്, കാരണം കേരളത്തെ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റുക എന്നുള്ളത് വേറെ സങ്കല്പം. ഏവിയേഷൻ പ്രോജക്റ്റുകൾ, 4 അന്താരാഷ്ട്ര എയർപോർട്ടുള്ള കേരളത്തിനെ ഏവിയേഷൻ പ്രോജക്റ്റുകളുടെ ആസ്ഥാനമാക്കി മാറ്റുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏവിയേഷൻ പ്രോജക്റ്റുള്ള എയർപോർട്ടുകളാക്കി നമ്മുടെ എയർപോർട്ടുകളെ ഡെവലപ്പ് ചെയ്യുക. പിന്നെ MSMEകൾ, ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾ കൊണ്ടുവരിക, സ്റ്റാർട്ടപ്പ് പരിപാടി വരിക. 1000 പ്രോജക്റ്റെങ്കിലും നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിചാരം. അതിന് കുട്ടികളെ സഹായിക്കുക, അവർക്ക് മാനേജ്മെൻറ്റ് മെൻറ്ററിനെ കൊടുക്കുക, ടെക്നോളജി മെൻറ്ററിനെ കൊടുക്കുക, റിവോൾവിംഗ് ഫണ്ട് കൊടുക്കുക. അങ്ങനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, ഇക്കോണമി സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അത് കൃത്യമായ ധാരണകളുണ്ട്. അതൊന്നും കൂടി ഭംഗിയാക്കി. അവസാനമായിട്ട് സ്വപ്ന പദ്ധതികളെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രതിപക്ഷം ഇതിനോട് ഏത് തരത്തിലുള്ളൊരു സമീപനം നിലപാടെടുക്കും. ഇന്നലെ ശ്രീ പിണറായി വിജയനെ കണ്ടു, അതൊരു നല്ല തുടക്കമാണ്. നമുക്കറിയാം CPMൻ്റെ രീതി, UDF അധികാരത്തിൽ വരുമ്പോൾ അധികാരത്തിൽ വന്ന് ദിവസങ്ങൾ പോലും വേണ്ട സമരങ്ങളുമായിട്ട്, സമരക്കൊടികളുമായിട്ട് ഇറങ്ങുന്നത്. ഇപ്പോൾ DYFI ഉണ്ടായിരിക്കുന്നു, SFI ഉണ്ടായിരിക്കുന്നു, CITU എന്ന് പറയുന്ന സംഘടന ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ നാളെ അവരെടുക്കുന്ന ഒരു നിലവിൽ, പക്ഷെ കാലം മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞതാണ് എൻ്റെ പോയിന്റ്. കാലം മാറി. ഹർത്താലുകൾക്കും ബന്ദിനുമെതിരായിട്ട് അതിശക്തമായ നിലപാടെടുത്ത പ്രതിപക്ഷമാണ്. ഒരു ഹർത്താലും ബന്ധം പോലും നടത്തിയില്ല എന്ന അഭിമാനത്തോടെ 5 കൊല്ലം പൂർത്തിയാക്കിയപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷമാണ് ഞങ്ങളെന്ന് ഞങ്ങൾ അഭിമാനത്തോടെ പറഞ്ഞു. അതിന് കിട്ടിയ അക്സെപ്റ്റൻസ് എന്താണ്? അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ? അനാവശ്യമായ സമരങ്ങൾ, അല്ലേ? നമ്മുടെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ, കേരളത്തിന് പുറത്തേക്ക് റോങ് മെസ്സേജ്, കേരളം ഇതിനൊന്നും പറ്റിയ സ്ഥലമല്ല എന്നുള്ള റോങ് മെസ്സേജ് പോകാൻ പാടില്ല. ഇനി അങ്ങനെ ആരെങ്കിലും നടത്തിയാൽ അവരെ ജനം അംഗീകരിക്കില്ല. ജനപിന്തുണ ഉണ്ടാവില്ല. അതിനെയൊക്കെ അങ്ങനെ വന്നാൽ വരില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് നമ്മളൊരു കാലഹരണപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. കാലഹരണപ്പെട്ട കാര്യങ്ങൾ, ഞാൻ പാസ്റ്റ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമേ ഇല്ല. പാസ്റ്റ് മോശമാണെന്നല്ല. പക്ഷെ പ്രസൻറ്റ് വേറെയാണ്. ലോകം മാറി, കാലം മാറി, ലോകത്തിൻ്റെ ചിന്താഗതികൾ മാറി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു. വളരെ വേഗത്തിലാണ് ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. തൊഴിലിൻ്റെ സ്വഭാവത്തിന് പോലും മാറ്റം വരികയാണ്. ആ കാലത്തിനനുസരിച്ചുള്ള പുതിയ പദ്ധതികളും പോകണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആരോഗ്യവും വിദ്യാഭ്യാസവും പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, പണ്ട് നമ്മൾ നമ്പർ 1 ആയിരുന്നു. പക്ഷേ 20 വർഷമായിട്ടല്ല. 20 വർഷമായിട്ട് നമ്മൾ പുറകിലേക്ക് നടക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിനെ കൂടി അതിനെ ലിങ്ക് ചെയ്തുകൊണ്ട് വരണം. പ്രതീക്ഷകളുണ്ടാകണം ചെറുപ്പക്കാർക്കും പുതിയ വരാൻ പോകുന്ന തലമുറയ്ക്കും എല്ലാം നമ്മുടെ കേരളത്തെക്കുറിച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമുക്ക് അതിനുള്ള ഒരു വൈദഗ്ധ്യം കേരളത്തിനുണ്ട്. കേരളത്തിൻ്റെ സവിശേഷതകൾ എന്താണ്? കേരളത്തിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, അല്ലേ? അത് രണ്ടും മനസ്സിലാക്കി കേരളത്തിൻ്റെ സവിശേഷതകളെ ഈ സംസ്ഥാനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നതാണ്. കൃത്യമായ ധാരണയോടുകൂടി പോകാൻ പറ്റും. നല്ല ഒരു ടീമുണ്ടാവും UDFന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി. നിങ്ങൾ ആവർത്തിച്ച് പറയുന്നത് ഒരു നല്ല ടീം ഉണ്ടാകുന്നതാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അങ്ങനെ ഒരു ടീം UDF ഉണ്ടാക്കിയതല്ലേ ഈ വിജയത്തിന് കാരണം. അത് തന്നെ തുടരും. ആ ടീം സ്പിരിറ്റാണ്. ഏത് പ്രോജക്റ്റ് ചെയ്യുമ്പോഴുമുള്ള അതിൻ്റെ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ. 100 കോടി രൂപയുടെ ഒരു പരിപാടി തുടങ്ങിയാൽ 1 കൊല്ലം കൊണ്ട് തീർക്കേണ്ടത് 5 കൊല്ലം കൊണ്ടാണ് തീർക്കേണ്ടത്. അപ്പോൾ 500 കോടിയാവും. 400 കോടി രൂപ ലീക്കേജാണ്. ഇനി അത് നടക്കില്ല. ഇനി പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷനൊക്കെ സമയബന്ധിതമായി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വേണം. ഇപ്പോൾ ലാൻഡ് അക്വിസിഷൻ, അതിനാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്. അതിനൊക്കെയുള്ള കൃത്യമായ പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. മാറ്റം ഉണ്ടാക്കും. ആത്മവിശ്വാസമുണ്ട്. ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകണം. എല്ലാവരുടെയും സഹായം തീർച്ചയായിട്ടും ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ ആശംസകളും നേരുന്നു. സ്വപ്ന പദ്ധതികൾ മുഴുവൻ നടപ്പാക്കാൻ, അതുപോലെ തന്നെ അടുത്ത 5 വർഷം ജനങ്ങളുടെ മുഖ്യമന്ത്രിയായിരിക്കാൻ എല്ലാ ആശംസകളും. താങ്ക് യു.